എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്നത്തെ വീഡിയോ കൃഷ്ണകുമാർ ഫാമിലിയെ കുറിച്ചാണ്. ഇപ്പൊ അവരാണല്ലോ ഇങ്ങനെ എയർബസ് മൊത്തം ഫാമിലി മൊത്തം എയർബസ് പിടിച്ചു പോകുന്ന പോലെ അവരിപ്പോ പൊക്കോണ്ടിരിക്കുന്നത്. പിന്നെ അവർക്കിപ്പോ ഇത് പുത്തരിയൊന്നുമല്ല. അവരിങ്ങനെ എപ്പോഴും കൃഷ്ണകുമാർ, സിന്ധു കൃഷ്ണകുമാർ, ദിയ കൃഷ്ണ, ഇങ്ങനെ അഹാന കൃഷ്ണ മാത്രം അത്ര ഏറെ പോയിട്ടില്ലെന്നേ ഉള്ളൂ. ബാക്കി എല്ലാവരും എപ്പോഴും ഇങ്ങനെ പോകുന്നുണ്ട്. അവർക്കിപ്പോ ഇതൊരു വിഷയമല്ല. ഇതിന്റെ അകത്ത് ദിയ കൃഷ്ണയെ കുറിച്ച് എടുത്തു പറയാനാണെങ്കിൽ ദിയ കൃഷ്ണ ഏറെ പൊക്കോട്ടെ എന്നുള്ള രീതിക്കേ സംസാരിക്കുള്ളൂ. നിങ്ങൾ ആരുവാ എന്നൊക്കെ ചോദിക്കുന്നത് ആ ഒരു ശൈലിയാണ്. നമുക്ക് കേൾക്കുമ്പോൾ അഹങ്കാരം എന്ന് തോന്നും. ഒരുപക്ഷെ അവരുടെ ശൈലി ആയിരിക്കാം. എന്നാലും ഞാൻ എനിക്കിഷ്ടമുള്ള പറയും, നീയൊക്കെ ആരാ എന്നുള്ള ഒരു രീതിയിലാണ് പുള്ളിക്കാരത്തി സോഷ്യൽ മീഡിയയിൽ എന്ത് വിടുന്നത്. കാരണം അമ്മായിയമ്മയെ കാറിന്റെ പുറകെ വെച്ചുകൊണ്ടാണ് പുള്ളിക്കാരത്തി കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ അമ്മായിയമ്മ പിന്നീട് ആ ഓമി എന്ന് പറഞ്ഞ കൊച്ചിനെ ആന കളിക്കുന്നുണ്ട്, പിന്നീട് കാണുന്നുണ്ട് നമ്മൾ ആ വ്ലോഗിൽ. അപ്പൊ അവര് ഹസ്ബൻഡും വൈഫും അമ്മായിമ്മയും പുറകിലിരിക്കുമ്പോഴാണ് ദിയാകൃഷ്ണ വിളിച്ച് പറഞ്ഞത്, വഴിയക്കട പോകുന്നവരെയൊക്കെ അമ്മയെന്ന് വിളിക്കുക, എനിക്ക് പറ്റുമൊന്നുമില്ല, ഈസി പാസിങ് പറഞ്ഞു വിട്ട്. അപ്പൊ അത് അവരുടെ കാഴ്ചപ്പാടി കുഴപ്പമില്ലായിരിക്കും. നമ്മള് നോക്കുമ്പോഴായിരിക്കാം അതൊക്കെ പ്രശ്നമായിട്ട് തോന്നുന്നത്. ഇപ്പൊ ഏതായാലും അഹാന കൃഷ്ണയുടെയും ഹൻസിയുടെയും കൂടെ ഒരു പൂക്കൾ എന്ന് പറഞ്ഞ ആൽബത്തിന്റെ ഭാഗമായിട്ടുള്ള റെഡ് FM വന്ന ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. അതിന്റെ അകത്ത് ഇപ്പൊ എടുത്തു പറയാന്ന് പറഞ്ഞാൽ അങ്ങനെ അവര് ഒന്നും പറയുന്നില്ല. അവര് അവരുടേതായ കാര്യങ്ങള് സൈബർ ബുള്ളിങ് ഒക്കെ ഏറ്റിട്ടുണ്ടെങ്കിലും അവർ വീഡിയോ ചെയ്തു പോയതും ഓരോരുത്തരുടെ ശൈലിയും ഇതൊക്കെയാ പറയുന്നത്. പക്ഷേങ്കിൽ ആ ലീക്കായ വീഡിയോ കണ്ടതിന് ശേഷം ഹൻസിയുടെ വർത്താനമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അതുമായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കാൻ തോന്നിപ്പോകും. അപ്പൊ ആദ്യത്തെ സീനൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, ശരിക്കും സോഷ്യൽ മീഡിയയിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള സ്നേഹം കിട്ടാറുള്ള ഒരു ഫാമിലിയാണ് നിങ്ങൾ. എല്ലാവർക്കും ശരിക്കും വാരിക്കോരി അത് കിട്ടാറുണ്ട്. സ്നേഹത്തിന്റെ കൂടെ തന്നെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വേറൊരു കാര്യം കൂടെ ഉണ്ട്. അത് സൈബർ അറ്റാക്ക് ആണ്. ചിലപ്പോഴൊക്കെ അത് ചിലപ്പോൾ ആഴ്ചയിലും മാസം ഏതെങ്കിലും കാര്യത്തിൽ എങ്ങനെയെങ്കിലും വന്ന് പെടാറുണ്ട്. അപ്പോൾ ഹൻസുവിനെ സംബന്ധിച്ച് ഇവരെല്ലാവരും ശരിക്കും പറഞ്ഞാൽ കുറച്ച് വളർന്ന് നല്ല ഉരുക്ക് പോലെ അതിന് ശേഷം എന്തും ഫേസ് ചെയ്യാനുള്ള തന്റെ അതിന് ശേഷമാണ് സോഷ്യൽ മീഡിയ ഇവിടുത്തെ വളർന്നത്. ഹൻസുവിനെ സംബന്ധിച്ച് ഹൻസു വളരെ ചെറുതായിരിക്കുമ്പോഴാണ് അത് വന്നു വിടുന്നത്. ഹൻസു എങ്ങനെ ഇതൊക്കെ ഡീൽ ചെയ്യുന്നത്? കാണുമ്പോൾ വിഷമം തോന്നാറുണ്ടോ? അല്ലെങ്കിൽ എങ്ങനെ ഇതിനെ മാനേജ് ചെയ്യാം? ആക്ച്വലി ഞാൻ സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആയപ്പോൾ I was 14. അന്ന് കോവിഡ് ആയ ടൈം, കോളേജ് സ്കൂളൊക്കെ അടച്ചിട്ട് ഞാൻ സ്കൂളൊന്നും ഇല്ല, ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. നമുക്ക് പണ്ട് 2020 ഒരു ഭയങ്കര ഒരു സൈബർ ബുള്ളിങ് ഒരു അറ്റാക്ക് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് അന്ന് ഫസ്റ്റ് സംഭവിച്ചപ്പോൾ ബിറ്റ് എഫക്ട്, എനിക്ക് ഭയങ്കര വിഷമമൊക്കെ ആയി എന്ത് എന്നുള്ള രീതിയിൽ. പക്ഷേ വി ഡിഡ് ഫീൽ ലൈക്ക് ഓയോ ഇറ്റ്സ് ദി എൻഡ് എന്നുള്ള രീതിയിൽ. പക്ഷേ അവിടെ നിന്നുള്ള വി സ്റ്റാർട്ട് ഗ്രോയിങ് സ്ലോലി. എനിക്ക് അത്രയും കുഞ്ഞിനെ എന്നെ അതൊക്കെ ഞാൻ ഫേസ് ചെയ്തത് കൊണ്ട് ഇപ്പോൾ ഒക്കെ ഹേറ്റ് ഒക്കെ കണ്ട് നമുക്കതൊരു പ്രശ്നമല്ല. എന്ന് വെച്ചാൽ മാക്സിമം ഇഗ്നോർ ചെയ്യാൻ നോക്കും. സോ കുഞ്ഞിലെ തൊട്ട് അങ്ങനെ ആയതുകൊണ്ട് എപ്പോഴും എവിടെയെങ്കിലും ആൾക്കാർ എന്തെങ്കിലും ഹേറ്റ് ഒക്കെ പറയണം. അത് നമ്മൾ അത്രയ്ക്ക് ബോധറുണ്ട്. ബിക്കോസ് നമ്മൾ ഇഷ്ടമുള്ള കുറേ ആൾക്കാരുണ്ട്. എപ്പോഴും ഹേറ്റിന് മേളിൽ തന്നെ ആയിരിക്കും നമ്മൾ ഇഷ്ടമുള്ള ആൾക്കാർ. അങ്ങനെ കുഞ്ഞിലെ തൊട്ട് നമ്മുടെ ഫാമിലി എല്ലാവരും ഫേസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്താൽ ഫുൾ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും. എല്ലാവരും ഒന്നിച്ച് നിൽക്കും. സോ കുഞ്ഞിലെ തൊട്ട് ഇതൊക്കെ കാണുന്നതും നൗ ഐ എം റിയലി യൂസ്ഡ് ടു ഇറ്റ്. അപ്പോൾ കുട്ടി പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കുഞ്ഞിലേ തൊട്ടേ സൈബർ ബുള്ളിങ് ഏറ്റു വാങ്ങുന്നതാണ്. അതുകൊണ്ട് പിന്നെ പുള്ളിക്കാരത്തിക്ക് ഇത് സൈബർ ബുള്ളിങ് ഒരു വിഷയമല്ല. പിന്നീട് എന്ത് ചെയ്താലും വീട്ടുകാർ സപ്പോർട്ടുണ്ട്. അതൊരു വലിയ നെടുന്തൂണാണ്, ഒരു കൈപ്പിടിയാണ്. എന്ത് ചെയ്താലും വീട്ടുകാർ സപ്പോർട്ടുണ്ട്. പിന്നെ പറഞ്ഞ കാര്യം എന്താണ്? കുറെ പേര് എതിർത്താലും അതിനെക്കാട്ടും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. കുറെ പേര് വെറുത്താലും അതിനെക്കാട്ടും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അതാണ് ആ പോയിന്റ്. ഈ ലീക്കായ വീഡിയോയിൽ ലീക്കായതല്ല, അറിഞ്ഞുകൊണ്ട് അവർ പുറത്താക്കിയതാണ് സബ്സ്ക്രിപ്ഷൻ കൂടാൻ വേണ്ടി എന്നൊരു വാദമുണ്ട്. ഇപ്പോൾ ഈ ഒരു സംസാരം കേൾക്കുമ്പോൾ നമുക്ക് വേണേ അങ്ങനെയും തോന്നാം അതാണ് സത്യമെന്ന്. കാരണം വെറുക്കുന്നവരെക്കാട്ടും കൂടുതൽ അനുകൂലിക്കുന്നവരുണ്ടെന്നുള്ളതിന്റെ സംഭവം ശരിയാണ് ആ പറയുന്നുള്ളതിന്റെ. ആ ലീക്ക് ആയതിനു ശേഷം അവർക്ക് 2000 എങ്ങാണ്ട് സബ്സ്ക്രിപ്ഷൻ ഉള്ളത് ഇപ്പൊ അതിന്റെ ഇരട്ടി എങ്ങാണ്ടായി. ഇപ്പൊ അവരുടെ മാസ വരുമാനം 16 ലക്ഷമോ അങ്ങനെ എങ്ങാണ്ടൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ അത് പിന്നെ അവരുടെ ആ ഒരു കാഴ്ചപ്പാടാണല്ലോ ശരിവെക്കുന്നത്. വെറുക്കുന്നവരെക്കാട്ടും കൂടുതൽ ഇഷ്ടപ്പെടുന്നവരുണ്ട് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമല്ലേ. അപ്പൊ അവര് കണ്ടെത്തിയതാണ്. അപ്പൊ അവര് ആ വീഡിയോ ഇട്ടതും അത് ലീക്കാക്കിയതും എല്ലാം അവരറിയാതെ സംഭവിച്ചല്ല. കാരണം അറിയാതെ സംഭവിച്ചാണെങ്കിൽ അത് ഏതെങ്കിലും ഒരുത്തനൊക്കെ ചെയ്താണ് അവന്റെ എതിരെയൊക്കെ നടപടി ഉണ്ടായാൽ ഇതിനോടാകും. അതിനു പകരം അതെടുത്ത് റിയാക്ട് ചെയ്ത് എല്ലാവരുടെയും പേര് സ്ട്രൈക്ക് കൊടുക്കുകയും എല്ലാവരുടെയും പേര് കേസ് കൊടുക്കുകയൊക്കെയാണ് ചെയ്തത്. അപ്പം അത് ഈ പറയുന്നതാണ് ശരി എന്ന് തോന്നുന്നുണ്ട്. ബാക്കിയൊന്നും കേൾക്കാം. ഈ കണ്ടന്റ് ക്രിയേഷനിലേക്ക് ഇപ്പൊ വരുന്ന സമയത്താണെങ്കിൽ പോലും ഇവര് തന്നെയല്ലായിരുന്നു ഇൻസ്പിറേഷൻ? ആക്ച്വലി യൂട്യൂബ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് അമ്മു ഇല്ല ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ എല്ലാവരും അച്ഛനും പറയുന്നത് നിങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും, നല്ല വൈബായിരിക്കും, എല്ലാവർക്കും കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ചുമ്മാ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. എസ്പെഷ്യലി ആ കോവിഡ് ടൈമിൽ നമുക്ക് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് വി വർ സോ ഫ്രീ. അങ്ങനെ അമ്മൊക്കെ ചെയ്യുന്ന കോണ്ടന്റ് ഒക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ വ്ളോഗൊക്കെ എടുത്ത് അമ്മൂന്റെ വ്ളോഗ്സ് ആർ നോൺ ഫോർ ദ എസ്തെറ്റിക് ആൻഡ് എഡിറ്റിംഗ്. അതൊക്കെ പണ്ടൊക്കെ ഞാൻ ഇട്ട വ്ളോഗിനൊന്നും ഒരു എസ്തെറ്റിക് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ സ്ലോലി അമ്മൂന്റെ എഡിറ്റിംഗ് ഇൻസ്പയർ ആയി ഞാൻ കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ചെയ്യാം.
അമ്മുവിന്റെ വ്ലോഗ് കണ്ട് തുടങ്ങിയതാണ്, എഡിറ്റിങ്ങും അതും ഇതൊക്കെ വ്ലോഗ് ഇടാനുള്ള ലോക്ക്ഡൌൺ സമയത്ത് അവർ തുടങ്ങിയതാണ് ചാനൽ. ആളാം വീതം എല്ലാവർക്കും ചാനലുണ്ട്. അപ്പൊ ആ സമയത്ത് തുടങ്ങിയതാണ്. അമ്മു എന്ന് പറഞ്ഞ അഹാന വീഡിയോ ഇടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ കാര്യമായിട്ട് ഇരുന്ന് എഡിറ്റ് ചെയ്താണ് വിടുന്നത്. അതായത് ഒരു സിനിമ പോലെയാണ് വ്ലോഗ്, യാത്രാ വ്ലോഗൊക്കെ ട്രാവൽ ഒക്കെ ഇടുന്നതാണ് ഒരു സിനിമ പോലെ അത്ര മനോഹരമാക്കാൻ ശ്രദ്ധിക്കും. പുള്ളിക്കാരത്തി എല്ലാം ഒരു പച്ചക്കറി മേടിക്കണ പോലും ആലോചിച്ചേ ചെയ്യുള്ളൂ. പ്ലാനിങ് ഉണ്ട്. ആ പ്ലാനിങ് മുൻകൂട്ടി ചെയ്തതിന് ശേഷം പടപടയെന്ന് ചെയ്യല, എല്ലാത്തിനും ഒരു പ്ലാനിങ് ഉണ്ട്. ആ പ്ലാനിങ് ചെയ്തതിന് ശേഷം പുള്ളിക്കാരത്തി ഇറങ്ങുള്ളൂ. അല്ലാതെ ധൃതിയിൽ ഒന്നിനും ഇറങ്ങുകയല്ല. അത് പറഞ്ഞിട്ട് ഹൻസിയെ ഒന്ന് നോക്കുന്നുണ്ട്. ഹൻസിയെ പോലെയല്ല, എല്ലാം പ്ലാൻ ചെയ്തിട്ടാണ്. അപ്പൊ ഹൻസിയെ പറ്റി പറയുമ്പോൾ 4 വർഷം മുന്നേ ഉള്ള കാശ്മീർ യാത്ര, അവര് കുടുംബ യാത്ര മൊത്തം ആൾക്കാരുടെ യാത്ര ചെയ്ത് എല്ലാവരും വീഡിയോ ഇട്ടില്ല, ഹൻസിയെ അത് ഇട്ടിട്ടില്ല. എന്താ കാര്യം എന്ന് ചോദിച്ചാൽ എഡിറ്റ് ചെയ്യാനുള്ള മടി കൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട് ഈ വീഡിയോക്ക്. ഇത് ഇപ്പൊ കണ്ട ക്ലിപ്പിലല്ല, ഈ വീഡിയോക്കുള്ളിലൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കാം, വ്ലോഗ് ഇടാനും പൈസ ഉണ്ടാക്കാനും താല്പര്യമുണ്ട്. പക്ഷേങ്കിൽ എഡിറ്റ് ചെയ്യാനോ കഷ്ടപ്പെടാനോ താല്പര്യമില്ല. അതിന്റെ ഒരു കാര്യം, ഒരു വീട്ടിലെ ഇളയ കുട്ടിയാണ്. അവർ ആ കൊച്ചെന്ന് വിളിച്ച് കൊച്ചായിട്ട് കരുതുന്നതുകൊണ്ട് പണിയെടുക്കാതെ ഓമി വരുന്നതിന് മുന്നേ ഇവരെല്ലാവരും കൊഞ്ചിച്ചോണ്ടിരുന്ന ഹൻസിയാണ്. കൊച്ചായിട്ടാണ് അവർ കരുതിയത്. കുറേയധികം മലയാളികളും കൊച്ചായിട്ട് കരുതിയിരുന്നു ആ വീഡിയോ വരുന്നതിന് തൊട്ട് മുന്നേ വരെ. അതായത് ആ ലീക്ക് വീഡിയോ വരുന്നതിന് മുന്നേ വരെ കൊച്ചായിട്ട് തന്നെയാണ് കരുതിയിരുന്നത്. പക്ഷെ അപ്പൊ എനിക്ക് മനസ്സിലായത്, വ്ലോഗൊക്കെ എഡിറ്റ് ചെയ്ത് കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കാൻ പോകുന്നതിനെക്കാട്ട് എത്രയോ എളുപ്പമാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. പുള്ളിക്കാരത്തിന്റെ സൂത്രവിദ്യയായിരുന്നു നമ്മൾ ആ കണ്ട ഈ പൈസ ഉണ്ടാക്കാനുള്ള സൂത്രവിദ്യ. വ്ലോഗ് ചെയ്ത് എഡിറ്റ് ചെയ്ത് അതെന്ത് പാടാ, അത്രയൊന്നും വേണ്ട. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ജാക്കറ്റ് ഊരുക, വേർപ്പൊന്ന് വയറെ തൊട്ട് വേർപ്പൊന്ന് കളയുക, കുറച്ച് കുലുക്കി കാണിക്കുക, ഇത്രയും ചെയ്താൽ ലക്ഷങ്ങളായി. പിന്നെ എങ്ങനെ ചെയ്യാതിരിക്കും? അപ്പൊ അടുത്ത കാണാം. ഇപ്പം ജസ്റ്റ് ലൈക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നമ്മൾ കാണുന്ന പോലെ തന്നെയാണ് നമ്മുടെ യൂട്യൂബ് അക്കൗണ്ട് കാണുന്നത്. അല്ലാതെ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിനെ ഒരു ലോകം മൊത്തം കാണുന്ന ബ്രോഡ്കാസ്റ്റിംഗ് ചാനൽ അങ്ങനെയല്ല കാണുന്നത്. അതായത് ഇപ്പൊ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ എന്റെ തോട്ട്സ് ഷെയർ ചെയ്യുന്ന പോലെ എന്റെ യൂട്യൂബ് ഹാൻഡിൽ ഞാൻ എന്റെ പെർസ്പെക്റ്റീവ്, ദ വേ ലൈക്ക് ഫോർ എക്സാമ്പിൾ ജപ്പാൻ ത്രൂ മൈ ഐസ് ഞാൻ ഷെയർ ചെയ്യുന്നു. അതേപോലെ ഹൻസിക്കയുടെ ചാനലിൽ ഹൻസിക്കയുടെ പെർസ്പെക്റ്റീവ് ഇടുന്നു. നമ്മൾ അതിന് ഇത്രയായിട്ടാണ് കാണില്ല. പുള്ളിക്കാരത്തിയുടെ കാഴ്ചപ്പാടാണ് പുള്ളിക്കാരത്തിയുടെ വ്ലോഗിൽ കാണുന്നത്. യാത്രാ വ്ലോഗിലാണേലും എന്തിലും കാണുന്നത് പുള്ളിക്കാരത്തിയുടെ കാഴ്ചപ്പാട്. ഹൻസി ഇടുന്ന വ്ലോഗ് എന്ന് പറഞ്ഞാൽ, അല്ലെ ഹൻസി ഇടുന്നത് എന്താണോ അത് ഹൻസിയുടെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഹൻസിയുടെ കാഴ്ചപ്പാട് കണ്ട് മലയാളി ഒന്നടങ്കം ഞെട്ടിപ്പോയല്ലേ. കഴിഞ്ഞ ആഴ്ച പുള്ളിക്കാരത്തിയുടെ കാഴ്ചപ്പാടാണ് നമ്മൾ കണ്ടത്. നമ്മളത് കണ്ട് ഞെട്ടി. നമ്മളോട് ആര് പറഞ്ഞു കേട്ടാലല്ലേ? അത് അവരവരുടെ കാഴ്ചപ്പാടുകൾ, ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകളാണ് ഇടുന്നത്. ഇനി അടുത്ത കാണാം. ഉറപ്പായിട്ടും നിങ്ങൾ തന്നെയാണ് ഡിഫൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ചോയ്സാണ് എന്താണ് ഓഡിയൻസ് കാണേണ്ടത് എന്നുള്ളത്. എങ്ങനെയായിരിക്കും അതിനെ നിങ്ങൾ തരംതിരിക്കുക? ഈ ഒരു ഇപ്പോൾ പബ്ലിക് ആക്കേണ്ടത് അല്ലെങ്കിൽ പ്രൈവറ്റ് ആക്കി വെക്കേണ്ടത് എന്നുണ്ട്. ചിലപ്പോൾ മനസ്സാവാതെ അറിയാത്ത കാര്യങ്ങൾക്ക് പോലും ബ്ലോഗിൽ വന്ന എഡിറ്റഡ് ആയിട്ടുള്ള ബ്ലോഗിൽ വന്ന കാര്യത്തിൽ പോലും ചിലപ്പോൾ ആളുകൾ പഠിക്കുന്നതും പലപ്പോഴും കേൾക്കാറുണ്ട്. അപ്പൊ എനിക്ക് പേഴ്സണലി അങ്ങനത്തെ, കാരണം ഞാൻ അത്രയും ശ്രദ്ധിച്ച്, കാരണം ഇപ്പം ഒരു ട്രാവൽ ബ്ലോഗ് ആണെങ്കിൽ ഐ ജസ്റ്റ് ഡോക്യുമെന്റ് ഓൾ മൈ എക്സ്പീരിയൻസസ് ആൻഡ് ദെൻ തിരിച്ചൊക്കെ വന്നിട്ട് ഞാൻ അതിനെ എഡിറ്റ് ചെയ്യും. അപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ ആ ഒരു എഡിറ്റ് നറേറ്റീവിന് സൂട്ട് ആവുന്ന പോലത്തെ സാധനങ്ങൾ. അതിലിപ്പം വേണ്ടാന്ന് പറഞ്ഞ് കട്ട് ചെയ്ത് കളയുന്ന ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും ലാഗ് തോന്നുന്നതോ അല്ലെങ്കിൽ ആവശ്യമില്ലാന്ന് തോന്നുന്നതോ ആയിട്ടുള്ള ഫുട്ടേജസ് ആയിരിക്കും. അപ്പോൾ എനിക്ക് ഞാൻ യൂഷ്വലി ഇപ്പോൾ ഒരു എൻ്റെ വ്ളോഗ്സിനെ, എൻ്റെ ട്രാവൽ വ്ളോഗ്സിനെയൊക്കെ ഞാനൊരു കുഞ്ഞു സിനിമ പോലെയാണ് ഞാൻ അതിനെ കാണുന്നത്. അപ്പോൾ ഞാൻ അത്ര ശ്രദ്ധിച്ച് നോക്കി എഡിറ്റ് ചെയ്ത് അത് റിവ്യൂ ചെയ്ത് അങ്ങനെയാണ് യൂഷ്വലി. അപ്പം എനിക്കങ്ങനെ വേണ്ടാത്തതൊന്നും ഇട്ട് വന്നിട്ടുള്ള എക്സ്പീരിയൻസ് എനിക്കധികം വന്നിട്ടില്ല. ഞാൻ യൂഷ്വലി അത്ര നോക്കിയാണ് ഇടുന്നത്. ഏതാണ് പബ്ലിക് ആക്കേണ്ടത്, ഏതാണ് പ്രൈവറ്റ് ആക്കേണ്ടത്, എങ്ങനെയാണ് എഡിറ്റ് ചെയ്തേണ്ടത്, എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിലോട്ട് ഇടേണ്ടത്, ഇതൊക്കെ അഹാനയ്ക്കറിയാം. പക്ഷേ അത് പറഞ്ഞിട്ടൊരു നോട്ടം നോക്കുന്നുണ്ട് ഹൻസിയയ്ക്ക് അറിയാവോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അറിഞ്ഞുകൊണ്ട് പബ്ലിക്കിലാക്കി ഇട്ടതാണല്ലോ ഇപ്പൊ നമ്മൾ കണ്ടത്. അപ്പൊ അറിയാതെ ഇട്ടതല്ല. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഓരോരുത്തർ പൈസ ഉണ്ടാക്കാൻ നോക്കുന്ന ഓരോ കാഴ്ചപ്പാടായിരിക്കും എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അടുത്ത കാണാം. അതായത് ഇപ്പൊ മറ്റൊന്ന് പറഞ്ഞാൽ ഏറ്റവും കൊച്ചുകുട്ടി എന്ന് പറഞ്ഞാൽ ഹൻസികയായിരിക്കും ഉറപ്പായിട്ടും. അതിപ്പോഴും അമ്മ വല്ലോ മറ്റേ ആ കൊച്ചിനെ വിളിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ വിളിക്കും ഹൻസികനോ അല്ല അതോ ഇതോ. ഹൻസിക ഒരു വലിയ കുട്ടിയാണ്, പക്ഷെ ഇപ്പോഴും വീട്ടിലെ കൊച്ചുകുട്ടിയല്ലേ. അപ്പം കൊച്ചെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഹൻസികയാണ് വരുന്നത്. പക്ഷെ ഹൻസിക ഒരു കൊച്ചുകുട്ടി അല്ല ഇപ്പൊ. ഹൻസിയെ അപ്പൊ അവിടെ എല്ലാരും കൊച്ചുകുട്ടിയായിട്ടാണ് കരുതിയിരുന്നത്. അവരുടെ വീട്ടിലുള്ള എല്ലാവരും തന്നെ കൊച്ചുകുട്ടിയായിട്ടാണ് കരുതുന്നത്. അതൊരു വീട്ടിലൊരു കുടുംബത്തിൽ അങ്ങനെയാണ്. ഒരു ഇളയ ഒരു കുട്ടി ഉണ്ടായി, ആ കുട്ടിക്ക് ശേഷം വേറൊരു കുട്ടി ഉണ്ടാകാത്തതുകൊണ്ട് ഈ കുട്ടി വളർന്നു പോയത് നമ്മൾ അറിയില്ല. നമ്മളെപ്പോഴും എല്ലാവരും പിന്നീട് ആ കൊച്ചിനെ കൊച്ചേ, മോനെ, കുട്ടാന്നൊക്കെ വിളിച്ചിട്ട് അത് എത്ര വലുതായാലും അതിനെ ആ ലാളിക്കുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. പാവം പിടിച്ച മൂത്ത കുട്ടികളെ ഒട്ടും അത്ര വാത്സല്യമൊന്നും മൂത്ത കുട്ടികൾക്ക് വേറുകൃത്യം ഉണ്ടെന്നല്ല, കിട്ടത്തില്ല. കാരണം ഇളയ കുട്ടിയാണ് നമ്മൾ പിന്നെ എപ്പോഴും ആ ലാളനെ അങ്ങ് അവസാനിക്കുന്നില്ലെന്ന് പറയാം. വാവേ എന്നൊക്കെ വിളിച്ച്
വിളിച്ചിട്ട് ഇപ്പൊ കുഞ്ഞാ വാ 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 ഇതൊക്കെ നമ്മൾ വിളിച്ചാൽ പിന്നെ ആ കുട്ടികളങ്ങ് വലുതായാലും നമ്മൾ അതേ പേരും വിളിച്ച് ആ രീതിയിൽ കൊഞ്ചിച്ചു പോകും. അതാണ് ഇവരുടെ വീട്ടിലും സംഭവിച്ചിരിക്കുന്നത്. പിന്നെ ഇവരുടെ വീട്ടിൽ ഓമി വന്നു കഴിഞ്ഞപ്പോഴാണ് കൃഷ്ണകുമാർ എപ്പോഴും ഇരുന്ന് പറയുന്നുണ്ട് ഈ വീട്ടിലെ ബേബി ആരായിരുന്നു, ഹൻസികയല്ലേ എന്ന്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഓമി വന്നതുകൊണ്ട് ഓമി എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. പിന്നെ ആ വീഡിയോയിൽ ഓമി വരുമ്പോഴത്തേനും ഇവരെല്ലാം ഓടി ചെല്ലുന്ന കാര്യം അതും ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവരും ഹൻസികയെ കുട്ടിയായിട്ട് കരുതി. കേരളീയരായിട്ടുള്ള ഇവരുടെ ഈ ഫാമിലി എന്ന് പറഞ്ഞാൽ നമ്മള് മുഴുവൻ പേര് ഇവരുടെ ഓരോരുത്തരുടെയും ചാനലും മില്യൺ കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. കാരണം ഇവരുടെ വീട്ടിലെ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ട് ജനങ്ങൾക്കെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവര് പറയുന്ന ഓരോ വാക്കും എല്ലാം ശ്രദ്ധിക്കുക, അതിനെ വിമർശിക്കുക, അല്ലെ അതിന് മറുപടി ഇടുക, ഇതൊക്കെ മലയാളികളുടെ ഒരു ഹോബിയാണ്. അപ്പം ദിയ കൃഷ്ണ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരെയും ചൊറിയുന്ന രീതിയിലുള്ള സംസാര ശൈലിയാണ്. ഇങ്ങനെ എടുത്തടിച്ച പോലെ പറഞ്ഞ് അഗാന കൃഷ്ണ അങ്ങനെ വലിയ കൂടുതൽ എയറിലൊന്നും പോയിട്ടില്ല. കൃഷ്ണകുമാറാണ് ഇന്നാള് പുഴുകുത്തി കഞ്ഞുകൂടി എന്നും പറഞ്ഞ് ആ രീതിക്ക് നല്ല ഏറിപ്പോയി. സിന്ധു കൃഷ്ണയാണെങ്കിൽ അശ്വിന് കോഴിക്കഷ്ണം കൊടുത്തില്ല, ചിക്കൻ കഷ്ണം കൊടുത്തില്ല എന്നും പറഞ്ഞ് അങ്ങനെ ഒന്ന് ഏറിപ്പോയത് ഞാൻ ഓർക്കുന്നുണ്ട്. ദിയ പിന്നെ എപ്പോഴും ഏറെ തന്നെയായിരുന്നു. ഈ കൊച്ചുകുട്ടി ഇത് കൊച്ചുകുട്ടിയായിട്ട് കരുതി ആരും അത്ര മൈൻഡ് ചെയ്യാതിരുന്ന് അങ്ങനെ ഏറിലൊന്നും പോയില്ല. ആദ്യം കുഴപ്പമില്ല എന്നുള്ള രീതിക്കൊക്കെ പോയി. ഇടയ്ക്കിടയ്ക്കൊക്കെ ചില ഡാൻസിലൊക്കെ അതും ഇതൊക്കെ കാണിച്ച് വേഷങ്ങളൊക്കെ ഉണ്ട്. എന്നാലും പോരെ തൊട്ട് പെരട്ടി അങ്ങനെ പോയായിരുന്നു. പക്ഷെ ലാസ്റ്റ് കൊണ്ട് ഒരു ബോംബ് പൊട്ടിച്ച് കേരളീയരെ മൊത്തം ഞെട്ടിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവരും വീട്ടുകാർ ഞെട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ശീതള് ഇവരുടെ അമ്മയെ വിളിക്കാൻ ശ്രമിച്ചിട്ട് കിട്ടിയില്ല. ഒരു ദിവസം മുഴുവൻ നോക്കിയിട്ട് ഇവർ പ്രതികരിക്കാൻ തയ്യാറായില്ലെന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരത്തി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി ഇവര് ഞെട്ടിയിരിക്കുകയാണോ ഈ കൊച്ചുകുട്ടിയിൽ നിന്ന് ഇത്രയും അനുഭവം ഉണ്ടായിട്ട്, ഇതുപോലത്തെ അനുഭവം ഉണ്ടായപ്പോൾ ഇവര് ഞെട്ടിപ്പോയോ ഇല്ലയോ എന്നുള്ള അറിയില്ല. ഇവരുടെ അമ്മ എന്ത് വന്നാലും ഞെട്ടുമൊന്നുമില്ല, എല്ലാരെയും സപ്പോർട്ട് ചെയ്യുന്ന അമ്മയാണ് എന്നൊക്കെ ഈ ഇന്റർവ്യൂവിൽ അവർ പറയുന്നുണ്ട്. എന്താണെന്ന് നമുക്കറിയത്തില്ല. എന്നാലും നമ്മുടെ അവസ്ഥ നമുക്കറിയാം. ആ കുട്ടിയുടെ ആ ലീക്കായ വീഡിയോ കണ്ടോടുകൂടി പലരുടെയും കിളി അങ്ങ് പറന്നു പോയിട്ടുണ്ട്. പക്ഷെ ഞരമ്പന്മാർ ഇതൊരു അവസരമായിട്ട് കരുതി അപ്പൊ തന്നെ കയറി സബ്സ്ക്രിപ്ഷൻ എടുത്തു. എത്ര രൂപയാണോ അത്ര രൂപയ്ക്ക് സബ്സ്ക്രിപ്ഷൻ എടുത്ത് ഇപ്പൊ അവർക്ക് ലക്ഷങ്ങളുടെ വരുമാനം ഉണ്ടാക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.